മെഡിക്കൽ കോളേജ് ആശുപത്രികൾ സാധാരണ ചികിത്സാ കേന്ദ്രങ്ങളല്ല, അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭിക്കുന്ന കേന്ദ്രങ്ങളാണ്. ന്യൂക്ലിയർ മെഡിസിന്റെയും റോബോട്ടിക് സർജറിയുടെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ജില്ലയുടെ മെഡിക്കൽ കോളേജിന്റെ വികസനം ഇനി വൈകിക്കൂടാ. ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ ഇടപെടൽ കൂടിയേ തീരൂ. നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തില്ലെങ്കിൽ ആരോഗ്യരംഗത്ത് വൻ തിരിച്ചടി നേരിടേണ്ടി വരും. മറ്റു ജില്ലകളിൽ ജനപ്രതിനിധികൾ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിനും എയിംസിനും നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളും ജില്ലയ്ക്ക് നഷ്ടമാകാതിരിക്കാൻ സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന് സമ്മർദ്ദമുണ്ടാകണം. ചുരുങ്ങിയത് 100 ഏക്കറിൽ വ്യാപിച്ചുള്ള മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലായിരിക്കണം ഇനിയുള്ള ചുവടുവയ്പുകൾ. കോഴിക്കോട് 260, തൃശൂരിൽ 250, കോട്ടയത്ത് 265, കണ്ണൂരിൽ 119 ഏക്കറിലാണ് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം. വികസന വഴിയിൽ മറ്റു മെഡിക്കൽ കോളേജുകൾ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ ജില്ലയ്ക്ക് നഷ്ടമാകുന്നത് കോടികളുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. മറ്റു മെഡിക്കൽ കോളേജുകൾക്ക് പ്രധാനമന്ത്രി സ്വസ്ഥ സുരക്ഷാ യോജന പദ്ധതിയിൽ ലഭിച്ചത് കോടികളുടെ വികസനം. ഇതു സംബന്ധിച്ച് ആരോഗ്യ ഉന്നതതല യോഗത്തിൽ കോളേജുകളെ പരിഗണിച്ചപ്പോൾ മഞ്ചേരിക്ക് സ്ഥലം എവിടെയെന്ന ചോദ്യമാണ് ഉയർന്നത്. കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉയർന്നു. കേന്ദ്ര സർക്കാർ 120 കോടി രൂപയും സംസ്ഥാന സർക്കാർ 75 കോടി രൂപയും ചെലവഴിച്ച് 6 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ സമുച്ചയം ഉയർന്നു. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ, ട്രാൻസ്പ്ലാന്റ് സൗകര്യങ്ങൾ സജ്ജമാക്കി. ആലപ്പുഴയിൽ 150 കോടി രൂപ ചെലവിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉയർന്നു. തിരുവനന്തപുരത്ത് കേന്ദ്ര സംസ്ഥാന വിഹിതമായി 120 കോടി രൂപ ചെലവിലാണ് വികസനം. കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി വിഭാഗങ്ങളുടെ വിപുലീകരണം, ആധുനിക ശസ്ത്രക്രിയാ തിയേറ്ററുകൾ, കൂടുതൽ കിടക്കകൾ, ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങളുടെ നവീകരണം, PG സീറ്റുകളുടെ വർധന, ഡിജിറ്റൽ ഹെൽത്ത് സംവിധാനം ശക്തിപ്പെടുത്തൽ തുടങ്ങിയവ സാധ്യമാക്കി. സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വപ്നം. സംസ്ഥാനത്ത് 5 മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭിക്കുന്നു. മഞ്ചേരിയിൽ കാർഡിയോളജി, നെഫ്രോളജി, യൂറോളജി വിഭാഗത്തിന്റെ സേവനം 1-2 ദിവസമാണ്. അതാകട്ടെ പരിമിതമായ രോഗികൾക്കാണ് ലഭ്യമാക്കുന്നത്. കാർഡിയോ തൊറാസിക് സർജറി, ന്യൂറോളജി, ന്യൂറോ സർജറി, നെഫ്രോളജി, യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി, റൂമോറ്റോളജി, പീഡിയാട്രിക് സർജറി, പ്ലാസ്റ്റിക് സർജറി, ക്രിട്ടിക്കൽ കെയർ സേവനങ്ങൾ മഞ്ചേരിയുടെ പ്രതീക്ഷയാണ്. 30 PG സീറ്റിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സ്കീമിൽ 30 PG സീറ്റിന് മഞ്ചേരി മെഡിക്കൽ അപേക്ഷ നൽകി. 2027-28 വർഷം അഡ്മിഷൻ തുടങ്ങുന്ന തരത്തിലാണ് നടപടികൾ. സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെ പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ ഗ്രാന്റ് ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ സ്കീം ഉറപ്പാക്കണം. മറ്റ് മെഡിക്കൽ കോളേജുകൾ കൂടുതൽ സീറ്റിന് അപേക്ഷിച്ചാണ് കൂടുതൽ ഗ്രാന്റിന് ശ്രമിച്ചത്. ഓഫ്തൽമോളജി, ENT, ഫോറൻസിക് പീഡിയാട്രിക്, ഫാർമക്കോളജി, റേഡിയോ ഡയഗ്നോസിസ്, അനാട്ടമി തുടങ്ങിയ വിഷയങ്ങളിലാണ് അപേക്ഷ നൽകിയത്. നിലവിൽ 3 വിഭാഗത്തിലാണ് PG. അക്കാദമിക മികവ് ഓരോ വർഷവും പ്രകടമാണ്. മികച്ച ഫാക്കൽറ്റികളാണുള്ളത്. പരിമിത സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികൾ. മുൻ മന്ത്രി വീണ ജോർജിന് വിദ്യാർത്ഥികൾ ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. നഴ്സിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒരു ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്. പഠന വിഷയങ്ങളിൽ മുന്നേറുമ്പോൾ പാഠ്യേതര വിഷയങ്ങൾക്ക് അസൗകര്യങ്ങളുടെ തടവറയാണ് മഞ്ചേരി. ചുരുങ്ങിയത് 400 മീറ്റർ ട്രാക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ബാഡ്മിന്റൺ ഹാള്, ജിം തുടങ്ങിയ സൗകര്യങ്ങൾ പ്രതീക്ഷയാണ്. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ അസൗകര്യങ്ങളോടെ ക്യാമ്പസിലേക്ക് കടക്കുമ്പോൾ രക്ഷിതാക്കൾ ആശങ്കയിലാണ്. കടം പെരുകിയിട്ടും മുടങ്ങാതെ സേവന പരിമിതികൾക്കിടയിലും സുമൻസുകളുടെ സേവനം കാണാതിരിക്കാൻ കഴിയില്ല. മെഡിക്കൽ കോളേജിന് കസ്ബ്, KBF, AK, AKIP, AKOP എന്നിവയിലെ ക്ലെയിം വഴി 32 കോടി രൂപ ലഭിക്കാനുണ്ട്. ആശുപത്രിയുമായി കരാറിലേർപ്പെട്ട സ്ഥാപനങ്ങൾക്ക് 7 കോടിയോളം രൂപ നൽകാനുണ്ട്. വിവിധ സ്കീമുകളിൽ മരുന്നു നൽകിയതിന് 2025 മുതൽ HDS ജനതാ ഫാർമസിക്ക് 4 കോടിയോളം രൂപയാണ് കുടിശ്ശിക. മരുന്ന് വിതരണം നിർത്തുമെന്ന് കമ്പനികൾ പലപ്പോഴായി ഭീഷണിപ്പെടുത്തുന്നു. സ്റ്റേറ്റിന്റെ ഉൾപ്പെടെ കാത്ലാബ് സാധനങ്ങൾ നൽകിയ ഇനത്തിൽ വിതരണ ഏജൻസിക്ക് 1 കോടി രൂപ കുടിശ്ശികയുണ്ട്. ആശുപത്രി സേവനങ്ങൾക്ക് നിരക്ക് കൂട്ടിയെങ്കിലും യഥാസമയം കുടിശ്ശിക ലഭിക്കാതിരിക്കുകയും വരുമാനം മറ്റ് സ്കീമുകളിലേക്ക് വഴിമാറുന്നതും നിമിത്തം കടം പെരുകുകയാണ്. ജനറൽ ആശുപത്രിയും നഴ്സിംഗ് കോളേജും ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും മഞ്ചേരിയിൽ തുടരണമെന്നാണ് നാടിന്റെ ആവശ്യം. 14 ജില്ലകളിലായി 17 ജനറൽ ആശുപത്രികൾ നിലവിലുള്ളപ്പോൾ മഞ്ചേരിയിൽ ജനറൽ ആശുപത്രി ഉണ്ടോ ഇല്ലയോ എന്ന സംശയമാണ്. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചു നഴ്സിംഗ് കോളേജ് വേണം. നഴ്സിംഗ് കോളേജിന് കെട്ടിടം ഇല്ലാത്തതിനാൽ 3 വർഷം
വർഷമായി മെഡിക്കൽ കോളേജിന്റെ കാരുണ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. നഴ്സിംഗ് കോളേജിനും നഴ്സിംഗ് സ്കൂളിനും ചെരണയിലെ 6 ഏക്കറിൽ കെട്ടിടം നിർമ്മിക്കാൻ നേരത്തെ 13 കോടി രൂപ വകയിരുത്തിയതാണ്. സ്ഥലത്തിന്റെ മണ്ണു പരിശോധനാ സർവേ നടപടികൾ പൂർത്തിയായി. പ്രദേശത്തിന്റെ ചെരിവ് നിമിത്തം സ്ഥലം അനുയോജ്യമല്ലെന്ന് കണ്ടതോടെ സ്വന്തം കെട്ടിടം അനിശ്ചിതത്വത്തിലാണ്. നഴ്സിംഗ് സ്കൂൾ പെരിന്തൽമണ്ണയിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നു. 40 ലക്ഷത്തിന്റെ ബസ് കട്ടപ്പുറത്താണ്. നഴ്സിംഗ് സ്കൂളിന്റെ ബസ് 1.5 വർഷമായി കട്ടപ്പുറത്താണ്. ഇൻഷുറൻസ് അടവ് മുടങ്ങിയതാണ് കാരണം. ഇൻഷുറൻസ് തെറ്റിയതോടെ ഫിറ്റ്നസ് തെറ്റി. രണ്ടും മുടങ്ങിയതോടെ ബസ് വിശ്രമത്തിലായി. വിദ്യാർത്ഥികളെ കമ്മ്യൂണിറ്റി സേവനത്തിന് കൊണ്ടുപോയിരുന്ന ബസ്സാണ് വെയിലും മഴയും കൊണ്ട് നശിക്കുന്നത്. 2013 മോഡൽ ബസ്സാണ്. ബസ് സർവീസ് നടത്താതെയായതോടെ ഡ്രൈവറെ മറ്റൊരിടത്തേക്ക് മാറ്റി. ബസ് കേടാകാതിരിക്കാൻ വല്ലപ്പോഴും വന്ന് സ്റ്റാർട്ട് ചെയ്യും. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.